A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ A+ ആണോ എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നറുക്കുകാത്ത് VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും. ഇന്നലെ നടന്ന മുസ്ലിം ലീഗ് ജാഗ്രതാ സംഗമത്തിൽ ഇരുവരും പങ്കെടുത്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിനായി KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും DCC പ്രസിഡന്റ് VS ജോയിയും സജീവമായി കരുനീക്കങ്ങൾ നടത്തുമ്പോഴാണ് മുസ്ലിം ലീഗ് ജാഗ്രതാ സംഗമ വേദിയിലേക്ക് ഇരുവരും എത്തിയത്. സ്ഥാനാർത്ഥി ആരെന്ന് തീരുമാനിക്കാത്ത സാഹചര്യത്തിലാണ് ലീഗിന്റെ ക്ഷണപ്രകാരം ഇരുവരും എത്തിയത്. സ്ഥാനാർത്ഥി ആരായാലും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞപ്പോൾ സ്ഥാനാർത്ഥി സാധ്യതയുള്ള ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും ഇതേ നിലപാട് ആവർത്തിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന PV അൻവറിന്റെ വരവിൽ UDF കരുത്താർജിച്ചതായി VS ജോയിയും ആര്യാടൻ ഷൗക്കത്തും തങ്ങളുടെ പ്രസംഗങ്ങളിൽ എടുത്തു പറഞ്ഞതും ശ്രദ്ധേയമായി. മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് കളത്തിലിറങ്ങിയതും ശ്രദ്ധേയമാവുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ലീഗിൻ്റെയും PV അൻവറിൻ്റെയും പിന്തുണ ആർക്കാണോ അവർക്കായിരിക്കും നറുക്കു വീഴുക. അത് ജോയിക്കാണോ ആര്യാടൻ ഷൗക്കത്തിനാണോ എന്നറിയാൻ കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രം കാത്തിരുന്നാൽ മതി. മുനമ്പം വിഷയം ഉൾപ്പെടെ നിലനിൽക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകളും UDFന് തലവേദനയാകും. നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സുവർണാവസരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്ന UDFന് സ്ഥാനാർത്ഥി നിർണയം നിർണായകമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനും വോട്ടർമാർ സ്വീകരിക്കുന്ന നിലപാടുകളും വ്യത്യസ്തമാണ്. അതിനാൽ തന്നെ വിജയം അത്ര എളുപ്പമല്ലെന്ന തിരിച്ചറിവ് ഇരു മുന്നണികൾക്കുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് 9,000 വോട്ടുകൾക്ക് താഴെ മാത്രമാണ് ലഭിച്ചതെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അത് ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ BJPക്കായി. പ്രിയങ്ക ഗാന്ധി മത്സരത്തിനിറങ്ങുമ്പോഴും BJP തങ്ങളുടെ വോട്ടുകൾ കുറയാതെ പിടിച്ചു നിന്നു. ക്രൈസ്തവ വോട്ടുകൾ 20% നിലമ്പൂർ മണ്ഡലത്തിൽ ആ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ട് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അനൂപ് ആന്റണി എന്നിവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കാനും സാധ്യതയുണ്ട്. LDFന് മുൻ ഇന്ത്യൻ താരം U ഷറഫ് അലി, 2 തവണ ആര്യാടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം 6,000-ന് താഴേക്ക് എത്തിച്ച തോമസ് മാത്യു എന്നിവരിൽ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് സൂചന. A+ വിഷൻ, നിലമ്പൂർ. Super Absorbent Poppy's Diapers.